നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങളെ നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ ഇപ്രകാരം സാധിക്കുന്നുണ്ട്: ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പോകുന്ന എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ച് അടക്കുന്നു. ഏത് വിചാരത്തെയും പിടിച്ച് അടക്കുന്നുവെന്ന് അപ്പോസ്തലൻ ദൈവസഭയെ ഓർപ്പിക്കുന്നു. മൊത്തത്തിൽ ഒരു ദൈവഭൈതലന്റെ ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ച് നോക്കിയാൽ അതൊരു യുദ്ധക്കളത്തിന് സമാനമായ അവസ്ഥയെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവന്റെ പോരാട്ടം? ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടുള്ള പോരാട്ടമല്ല. ഇന്ന് പലരും ഈ ലോകത്തിൽ അവരുടെ പോരാട്ടം നയിക്കുന്നത് തങ്ങളുടെ സ്നേഹിതരോട്, ബന്ധുമിത്രാദികളോട്, കൂട്ടുവിശ്വാസികളോട്, ചിലര് സഭയിലുള്ള നടത്തിപ്പുകാരോടൊക്കെ അവർ നല്ല പോർ പൊരുതുകയാണ്. ആവോളം പൊരുതും. മരിച്ചു കഴിയുമ്പോൾ പെട്ടിയുടെ സൈഡിൽ എഴുതി വെക്കും, ഞാൻ നല്ല പോർ പൊരുതി. അവരുടെ ജീവിതാവസ്ഥകളെ ശരിയായ രീതിയിൽ പഠിച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ അറിയുവാൻ കഴിയും അവർ പോരാടിയ പോരാട്ടങ്ങളുടെ മേഖലകൾ ഏതായിരുന്നു എന്നുള്ളത്. ഈ രാത്രി തിരുവചന സന്ദേശങ്ങളെ കേട്ടുകൊണ്ട് കർത്തൃസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ട അനുഭവങ്ങൾ ഏത് തലത്തിലാകുന്നു, ഏത് തരത്തിലാകുന്നു നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നാം വളരെ ശ്രദ്ധയോടെ ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോട് എനിക്ക് പോരാട്ടമുണ്ട്. ഈ ലോകത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ തിരുവചനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് നാം വായിക്കുന്നുണ്ട്: മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിനെ പരീക്ഷിക്കുവാൻ വന്ന പിശാച് യേശുവിനെ 3 തലങ്ങളിലേക്ക് കൊണ്ടുപോയി. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പ്രലോഭനങ്ങളുടെ പലവിധ ചിന്തകളുമായി ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന സാത്താൻ ആദ്യമായി ഒരു കല്ലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് അപ്പമാക്കി ഭക്ഷിക്കുവാൻ പറഞ്ഞു. ആദ്യം ഒരു കല്ലാണ് എടുത്ത് നീട്ടിയത്, ഇത് അപ്പമാക്കി ഭക്ഷിക്കുവാൻ. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ അവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. പിശാചിന് ഒരു ദൈവപൈതലിനെ മനസ്സിലാകാത്ത പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന്, അവന്റെ അന്തർഭാഗത്തിലെ സത്യം. തിരുവചനം പറയുന്നു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഒരു മനുഷ്യന്റെ അന്തരംഗത്തിലെ വിശുദ്ധിയും അവന്റെ അന്തർഭാഗത്തിലെ സത്യവും ഇച്ഛിച്ച് ആഗ്രഹിച്ചത് കാണുമ്പോൾ പിശാചിനത് തിരിച്ചറിയുവാൻ സാധ്യമല്ല. പിന്നീട് ഒരു ദൈവപൈതൽ പറയുന്ന അന്യഭാഷ, ഇത് രണ്ടും സാത്താന് മനസ്സിലാക്കുവാൻ പാടാ. ബാക്കിയെല്ലാം അവൻ അറിയാം. അതുകൊണ്ടാണ് യേശു ഉപവാസം കഴിഞ്ഞപ്പോൾ ആദ്യമേ മലയെ കയറ്റാതെ, ആദ്യമേ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റാതെ ആദ്യമേ ഒരു കല്ലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതൊന്ന് അപ്പമാക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്നുള്ള പലരുമാണെങ്കിൽ അതൊന്നല്ല, വേണേ 5000 അപ്പമാക്കിയിട്ട് അത്ഭുതം കാണിക്കുവാൻ ശ്രമിച്ചേനെ. യേശു അതിന് മറുപടി പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കേണ്ടതാകുന്നു. പ്രലോഭനങ്ങളുമായി ടെംപ്റ്റേഷൻസ് നമ്മുടെ മുൻപിൽ തന്ന് നമ്മെ വിവിധ തലത്തിൽ പരിശോധിച്ച് നമ്മോട് പോരാടുന്ന ശത്രുവിന്റെ ശക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായി യേശുവിനെ പ്രലോഭനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ 40 ദിവസത്തെ ഉപവാസാനന്തരം വിശക്കുന്നു എന്നുള്ള അറിവ് ഉള്ള പിശാച്, ദൈവത്തിന് സ്തോത്രം, നല്ല ആഹാരത്തിനുള്ള അതിനുള്ള റെമഡിയുമായിട്ടാണ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ, നമ്മളൊരു ഉപവാസം ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അന്ന് വരെ കാണാത്ത ആഹാരമൊക്കെ നമ്മൾ കാണും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെയുള്ള കേൾവി ഉണ്ടാകും. പെട്ടെന്ന് ഉപവാസം വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഭാരം ചിലരെയൊക്കെ അലട്ടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശത്രുവിന് നന്നായിട്ട് അറിയാം ഒരു മനുഷ്യന്റെ അവസ്ഥകൾ. ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് അവനെ ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. അതൊരു ദേവാലയത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ദേവാലയ അഗ്രത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കൈകൾ വഹിക്കുമെന്ന് വചനമുണ്ട്. പിശാച് അപ്പോൾ ഈ വചനം എടുക്കുവാനുള്ള കാരണം, കല്ല് അപ്പമാക്കുവാൻ പറഞ്ഞപ്പോൾ യേശു അതിനൊരു വചനമെടുത്താണ് അതിനോട് പ്രതിരോധിച്ചത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കണം എന്നുള്ള ദൈവവചനത്തെ ക്രിസ്തു പറയുമ്പോൾ അടുത്ത പരിശോധനയിൽ, ദൈവത്തിന് സ്തോത്രം, സാത്താൻ യേശുവിനോട് വചനം വെച്ച് പറയുക. അപ്പൊ നമ്മളെക്കാൾ വചനം അറിയാം പിശാചിന്. സാത്താൻ വചനമെടുത്തിട്ട് പറഞ്ഞു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം സൂക്ഷിക്കുമെന്ന് വചനമുണ്ടല്ലോ, ചാടിക്കൊള്ളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നുള്ള തിരുവചനത്തെ കർത്താവ് എടുത്ത് ഡിഫെൻഡ് ചെയ്തു.
വീണ്ടും മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇക്കാണുന്നതെല്ലാം എനിക്കുള്ളത്. അതാ ഞാൻ പറഞ്ഞു വന്നത്, മുഴു ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് കണ്ണോടിച്ച് കാണാവുന്നതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ, ഇക്കാണുന്നതെല്ലാം എന്റേതാണ്, പക്ഷെ ഞാൻ നിനക്കെല്ലാം തരാം, എല്ലാം നിനക്ക് തരാം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ, ഒരു കാര്യം നീ ചെയ്യണം, ഒന്ന് വീണ് നമസ്കരിക്കാമെങ്കിൽ ഇത് മുഴുവൻ നിനക്ക് ഞാൻ തരാം. യേശു അവിടെ തിരുവചനത്തെ വീണ്ടും എടുത്തിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയല്ല കർത്താവിനെ മാത്രമല്ലാതെ മറ്റാരെയും നമസ്കരിക്കരുതെന്ന് തിരുവചനത്തിൽ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ശത്രുവായവൻ മനുഷ്യനെ പ്രലോഭനങ്ങളാൽ പരിശോധിക്കുമ്പോൾ അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി വിവിധ തലങ്ങളിലൂടെ കൊണ്ടുപോകുന്ന അവസ്ഥകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ജ്ഞാനമില്ലാതെ പോയാൽ, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ പോയാൽ ഈ യുദ്ധത്തിൽ നാം പരാജയപ്പെട്ടു പോകുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചത് ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടാണ് നമുക്ക് പോരാട്ടം. ഈ മുഴു ലോകത്തെയും അടക്കി വാഴുവാൻ, അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ ഈ ഭൂമിയുടെ എല്ലാ കോണുകളിലേക്കും സ്വാധീനത ചെലുത്തുവാൻ ശക്തിയുള്ള ഈ ലോകത്ത് ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളുണ്ട്. നാം ചെല്ലുന്ന സ്ഥലങ്ങളിൽ, നാം പാർക്കുന്ന വീടുകളിൽ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിരോധമായി നമ്മോട് പോരാടുവാൻ നിലകൊള്ളുന്ന ശത്രുവിന്റെ വിവിധ തലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവയോടാണ് നമുക്ക് പോരാട്ടം. ഈ ബൈബിൾ ക്ലാസിന്റെ തിരുവചന പഠനത്തിന്റെ പ്രാരംഭ സമയത്ത് ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്, ഇന്നിപ്പോൾ നാം ദൈവവചനം കേൾക്കുമ്പോൾ ഡയറിയിൽ കുറിച്ചെടുക്കുക എന്നുള്ള ലാഘവത്തോടെ ഇരിക്കാതെ, അല്ലെങ്കിൽ വെറും ഒരു ശ്രോതാവ്, കേൾവിക്കാരൻ എന്നുള്ള നിലയിൽ മാത്രം ഇരിക്കാതെ, നമ്മുടെ മുൻപിൽ നമുക്കൊരു വലിയ ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു ദൗത്യം നമ്മുടെ മുമ്പിൽ എന്താണെന്ന് ചോദിച്ചാൽ, നാം നിൽക്കുന്നത് പോർക്കളത്തിലാണ്, യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്. പ്രതിയോഗി ചെറിയവനല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ നിസ്സാരക്കാരനല്ല. അവന് തന്ത്രങ്ങളും സൂത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമുക്കെതിരെ യുദ്ധം നടത്തുവാൻ അവൻ എപ്പോഴും ഒരുക്കമുള്ള ശത്രുവായ സാത്താൻ നമ്മുടെ മുൻപിലുണ്ട്. അവൻ പ്രതിയോഗിയായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവമക്കളായി നാം അലസരായാൽ, ഉദാസീനരായാൽ ശത്രുവിന്റെ മുൻപിൽ പകച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തിരുവചന ധ്യാനത്തിന്റെ പ്രാരംഭ സമയത്തെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്, നമ്മൾ നിൽക്കുന്നത് ഒരു യുദ്ധക്കളത്തിലാണ്. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിനെ, ഒരു വാറിയറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സോൾജിയറിനെ, ഒരു പോരാട്ടവീര്യമുള്ള ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ യുദ്ധക്കളത്തിൽ നിൽക്കുവാൻ സാധ്യമല്ല. അവന്റെ മുൻപിൽ ഒരു പോരാട്ടമുണ്ടെന്നുള്ള അറിവോടുകൂടെ, ജാഗ്രതയോടെ, വിജിലിയന്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഓരോ ദൈവമക്കളോട് ഞാൻ ഈ തിരുവചന ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് പറയുക, മുൻപിൽ പ്രതിയോഗിയുണ്ട്. കായീനോടൊരിക്കൽ ദൈവം പറഞ്ഞു, കായീൻ, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം. പക്ഷെ കായീൻ അത് സാധിച്ചില്ല. പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ ദൈവസന്നിധിയെ വിട്ട് ഓടിപ്പോകുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിയുന്നു. ശത്രുവായ സാത്താൻ പ്രതിയോഗിയായി നമ്മുടെ മുൻപിൽ നിന്ന് നമുക്ക് വിരോധമായി യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൽ ആത്യന്തികമായ വിജയം കൈവരിപ്പാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സഹായത്തോടുകൂടെ, ദൈവകൃപയുടെ സഹായത്തോടുകൂടെ നമുക്ക് സധൈര്യം മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയില്, പാപത്തിന്റെ ഇരുട്ട് നിറഞ്ഞ ഈ ഭൂമിയില് ദൈവവചനത്തിന്റെയും ക്രിസ്തുവിന്റെയും വെളിച്ചത്താൽ നിറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ട് കടന്നു പോകുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ബ്രാം സ്റ്റോക്കർ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ അന്ധകാരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ക്രിസ്തീയ ചിന്താഗതിയിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു വിഷയമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് അന്ധകാരങ്ങളുണ്ട്, വെളിച്ചങ്ങളും ഉണ്ട്. ഒരുപാട് അന്ധകാരങ്ങൾ ഈ ലോകത്തിൽ നമ്മുടെ മുൻപിലുണ്ട്, അപ്പോൾ തന്നെ വെളിച്ചങ്ങളുമുണ്ട്. താൻ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ ആ വെളിച്ചങ്ങളിൽ ഒന്നാണ്. എല്ലാ വെളിച്ചങ്ങളുടെയും വെളിച്ചമായ ക്രിസ്തുവിലൂടെ വെളിച്ചം പ്രാപിച്ച നിങ്ങൾ യഥാർത്ഥമായ വെളിച്ചമാകുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇരുട്ടിനൊരിക്കലും വെളിച്ചത്തെ ജയിപ്പാൻ സാധ്യമല്ല. എത്ര കൂരിരുട്ടാണെങ്കിൽ പോലും ഒരു രൂപയുടെ, 2 രൂപയുടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ കൂരിരുട്ടിനെ മാറ്റുവാനുള്ള ശക്തി ആ
വെളിച്ചത്തിനുണ്ട്. ചെറിയൊരു വെളിച്ചത്തിന് പോലും ഇരുട്ടിനെ ജയിക്കുവാൻ ശക്തിയുണ്ട്. എന്നാൽ എത്ര വലിയ ഇരുളാണെങ്കിലും വെളിച്ചത്തെ പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവകരങ്ങൾ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട് വലങ്കരങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഓരോ ദൈവമക്കളും പറയണം, യേശുവിന്റെ വെളിച്ചം എന്നിലുണ്ടെങ്കിൽ പാപത്തിന്റെ ഇരുളിനോ പിശാചിന്റെ ഇരുളിനോ ലോകത്തിന്റെ ശക്തികളുടെ ഇരുളിനോ എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ഒരു ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം പ്രാരംഭത്തിൽ ദൈവസന്നിധിയിൽ ഓരോരുത്തരും ഹൃദയത്തിൽ നിന്നൊന്ന് പറഞ്ഞാട്ടെ. പാപത്തിന്റെ ഇരുളിന് എന്നെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. ഉയർത്തിപ്പിടിച്ച വലങ്കരങ്ങളോടെ ദൈവമക്കൾ ഓരോരുത്തരും ആ വാചകം ഒന്ന് ഏറ്റുപറഞ്ഞാട്ടെ. ചില വാക്കുകളെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഒരു വലിയ ജയത്തിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കുവാനിടയായി തീരും. എല്ലാ ദൈവമക്കളും അധരങ്ങൾ തുറന്ന് പറഞ്ഞാട്ട്, എന്നിലുള്ള വെളിച്ചത്തെ പരാജയപ്പെടുത്തുവാൻ ലോകത്തിന്റെ ഒരു ഇരുട്ടിനും സാധ്യമല്ല. ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ, അധൈര്യപ്പെടേണ്ട. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ തന്നെ മനസ്സ് വ്യാകുലപ്പെടുന്നുണ്ടായിരിക്കാം, ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനകളോ ഭാരങ്ങളോ ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രി ഈ കൂട്ടം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ സ്വൈര്യമുള്ളവരായി പോകും. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ഒരു വാഗ്ദത്തം പോലെ ഓർപ്പിക്കുകയാണ്. ഉയർത്തിപ്പിടിച്ച കരങ്ങളോടെ ദൈവമക്കൾ പ്രഖ്യാപിച്ചാട്ടെ, പാപത്തിന്റെ ഇരുളിന് എന്നെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം എന്നിൽ എൻ്റെ യേശുവിന്റെ വെളിച്ചമുണ്ട്. ധൈര്യമായി പറ, ആധരങ്ങളെ തുറന്നൊന്ന് പറഞ്ഞാട്ട് ആ പറയുന്ന മാത്രയിൽ തന്നെ ഒരു ദൈവശക്തിയുടെ അനുഭവം ഈ കൂട്ടത്തിന്റെ മധ്യേ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നമ്മുടെ മധ്യേ നടക്കുമ്പോൾ ഇരുളിനെ കീഴ്പ്പെടുത്തുന്ന വെളിച്ചത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ചുരുളഴിയുവാനിടയായി തീരൂ. ഇത് രാത്രി അത് സംഭവിക്കണം. ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളോടെ ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ശക്തിയോടെ ഒരു ഹല്ലേലൂയ എന്ന് മുഴക്കിയാട്ടെ.